ചെമ്പനിപ്പ് സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സച്ചി പുതിയ കാർ എടുത്ത് ആ കാറിനകത്ത് രവിയും അതുപോലെ തന്നെ ചന്ദ്രയും കൂട്ടിയിട്ട് പോവാണ്. രണ്ടുപേരുടെയും പിണക്കം മാറ്റാൻ വേണ്ടിയിട്ടാണ് അച്ഛമ്മ അവരെയും കൂട്ടിയിട്ട് അമ്പലത്തിൽ പോയിട്ട് വരാൻ വേണ്ടി പറഞ്ഞത്. അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് തിരികെ വരുമ്പോഴോ അവർ രണ്ടുപേരും രണ്ടു വശത്തേക്ക് തിരിഞ്ഞിരിക്കാന്നല്ലാതെ ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. അതും സീറ്റിന്റെ രണ്ട് കോർണറിലായിട്ടാണ് കേട്ടോ രണ്ടുപേരും ഇരിക്കുന്നത്. ഇത് കണ്ടിട്ട് നമ്മുടെ സച്ചി പറയുന്നുണ്ട്, ഒരു ഒച്ച വനക്കൊന്നും ഇല്ലല്ലോ എന്നുള്ള കാര്യം. അതെന്താടാ പുറത്ത് വാഹനത്തിന്റെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്ന് രവി ചോദിക്കുമ്പോ അച്ഛ പുറത്തത്തെ കാര്യമല്ല, ഞാൻ ഉള്ളത്തെ കാര്യം പറഞ്ഞെന്ന് പറയാണേ. എങ്ങനെയും ചന്ദ്രമതിയും അതുപോലെ തന്നെ രവിയും പരസ്പരം മിണ്ടിക്കാൻ വേണ്ടിയിട്ട് സച്ചി രേവതിയെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, നോക്കിക്കോ പുറകില് റൊമാൻസ് ആവാൻ വേണ്ടി പോവാണ് എന്നുള്ള കാര്യം. അത് കേട്ട് രേവതിയാണെങ്കിൽ പുറകിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. സച്ചി ഇങ്ങനെ ടേണിംഗ് ഒക്കെ നന്നായിട്ട് അങ്ങ് വെട്ടിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ കാർ ഇങ്ങനെ ഇളകുമ്പോ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിമുട്ടൊക്കെ ചെയ്യുമല്ലോ, അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ആദ്യത്തെ വെട്ടിക്കലില് നമ്മുടെ രേവതിയാണ് സച്ചിയുടെ മേലേക്ക് വീഴുന്നത്. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞതല്ലേ മര്യാദയ്ക്ക് സീറ്റ് ബെൽറ്റ് ഇട്ട് ഇരിക്കുക എന്നുള്ള കാര്യമാണ് സച്ചി രേവതിയുടെ അടുത്ത് പറയുന്നത്. രേവതി അപ്പോഴേക്കും സീറ്റ് ബെൽറ്റ് ഒക്കെ ഇടുന്നുണ്ട്. അത് കഴിഞ്ഞ് ഓരോരോ കട്ടർ ചാടിക്കുമ്പോഴും മൊത്തത്തില് വണ്ടി ഇങ്ങനെ കുലുക്കുവാണ്. അപ്പം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തട്ടുമല്ലോ. അതൊക്കെയാണ് നമ്മുടെ സച്ചിയുടെ ഉദ്ദേശം. ഒരു കട്ടറുള്ള റോഡിൽ കൂടെ പോകുന്ന സമയത്ത് സ്പീഡിൽ പോവാണ് കേട്ടോ സച്ചി. നീ മെല്ലെ പോടാ എന്ന് പറയുമ്പോ ആ ശരി അച്ഛാ എന്ന് പറയണേ. അത് കഴിഞ്ഞ് കുറച്ച് വലിയൊരു വളവ് വരുമ്പോ പെട്ടെന്ന് അങ്ങോട്ട് വളവ് തിരിക്കും. രവി ചെന്നിട്ട് ചന്ദ്രയുടെ മേല് മുട്ടുന്നുണ്ട്. ആരോഗ്യമൊക്കെ കണ്ടിട്ട് നമ്മുടെ രേവതി ആണെങ്കിൽ മുമ്പിൽ നിന്ന് ആസ്വദിച്ചിരിക്കുവാണ്. ഇവർ രണ്ടുപേരെയും എങ്ങനെയെങ്കിലും ഒന്ന് സംസാരിപ്പിക്കും, കുറച്ച് റൊമാൻറ്റിക് ആക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഇവർ രണ്ടുപേരും കൂടി ഈ പണി ഒപ്പിക്കുന്നത്. പക്ഷെ ഓരോ പ്രാവശ്യം വെട്ടിക്കുമ്പോഴൊക്കെ എടാ സൂക്ഷിച്ചു പോടാ എന്നൊക്കെ പറയുമ്പോ ആ ശരി അച്ഛാ എന്ന് പറഞ്ഞിട്ട് അവര് പറയുന്നത് അതുപോലെ അനുസരിക്കുകയാണ് നമ്മുടെ സച്ചി. പക്ഷെ മൊത്തം വണ്ടി സ്പീഡിൽ ഓടിക്കും, അതുപോലെ കട്ടർ ചാടിക്കും, തിരിക്കുമ്പോൾ ഭയങ്കര സ്പീഡിൽ അങ്ങ് തിരിക്കുമ്പോൾ രണ്ടുപേരും പരസ്പരം മുട്ടിക്കൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവസാനം ചന്ദ്രയുടെ അടുത്ത് രവി പറയുന്നുണ്ട്, എന്റെ കൈ പിടിച്ചിരുന്നോ എന്നുള്ള കാര്യം. ചന്ദ്രയാണെങ്കിൽ അതുപോലെ തന്നെ പിടിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ സച്ചി എന്താണോ മനസ്സിൽ വിചാരിച്ചത് ആ കാര്യം ശരിക്കും നടക്കുന്നുണ്ട്. അവരെങ്ങനെ വീട്ടിലേക്ക് വന്നോണ്ടിരിക്കുകയാണ്. അതേസമയം അച്ഛമ്മയുടെ ഫോണിനകത്ത് അച്ഛമ്മയുടെ പഴയ ഫോട്ടോസ് ഒക്കെ കാണിച്ചു കൊടുക്കാൻ കേട്ടോ വർഷം. ഓ ഇത് അച്ഛമ്മയുടെ ചെറുപ്പത്തിലുള്ള ഫോട്ടോ ആണോ? വെറുതെ അല്ല, അച്ഛൻ അച്ഛമ്മയുടെ പുറകെ തന്നെ വന്നത്. അച്ഛമ്മയ്ക്ക് ഒരുപാട് പ്രപ്പോസൽസ് ഒക്കെ കിട്ടിക്കാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെന്താന്ന് ചോദിക്കുന്നുണ്ട്. ഈ ലവ് ലെറ്റർ പോലെ എന്നുള്ള കാര്യം പറയുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്നാണ് അച്ഛമ്മ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഫാമിലി ഫോട്ടോസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോഴേക്ക് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വരുവാണേ. ഇത് ശ്രീകാന്ത് ആണെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ അവ മൂക്കൊലിപ്പിച്ച് നിൽക്കുന്നുള്ള കാര്യം പറയുമ്പോഴേക്കും വർഷ ചിരിക്കുന്നുണ്ട്. നിങ്ങൾ എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നത് ചോദിച്ചുകൊണ്ടാണ് ശ്രീകാന്ത് അരികിലേക്ക് വരുന്നത്. ഫോട്ടോസ് ആണെന്ന് പറയുമ്പോൾ പഴയ കാലത്തെയൊക്കെ ആയിരിക്കുമല്ലേ. എന്തായാലും ശ്രീകാന്ത് ചെറുപ്പത്തില് നീ ഭയങ്കര ക്യൂട്ടായിരുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ ആണോ എന്ന് ചോദിച്ചുകൊണ്ട് ആ ഫോട്ടോ ചെന്ന് നോക്കുവാണ് കേട്ടോ. അത് തുണിയൊന്നും ഇടാത്ത ചെറിയ കുട്ടിയായിരിക്കുമ്പോഴുള്ള ഫോട്ടോസ് ആണ്. അച്ഛൻ ഇതൊക്കെയാണോ ഇവൾക്ക് കാണിച്ചു കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ മേടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഇതാണ് ഞാൻ ഇന്ന് DP ആയിട്ട് വെക്കാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞിട്ട് വർഷ ആ ഫോട്ടോ തന്റെ ഫോണിലേക്ക് ഷെയർ ചെയ്യുന്നൊക്കെ ഉണ്ട്. ശ്രീകാന്ത് വേണ്ട എന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് സച്ചിയും അതുപോലെ രേവതിയും ചന്ദ്രയും രവിയും കൂടി വരുന്നുണ്ട്. ആദ്യം രവിയും അതുപോലെ തന്നെ ചന്ദ്രയും കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായാലും സച്ചിയേട്ടാ നിങ്ങൾ ആള് കൊള്ളാന്നൊക്കെ പറയണേ. അപ്പോഴും ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ശ്രീകാന്ത് ആ ഫോട്ടോ എടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങാൻ വേണ്ടി ശ്രമിക്കാട്ടോ വർഷയുടെ കയ്യിൽ നിന്ന്. രണ്ടുപേരും കൂടി ഓടി കളിക്കുന്നത് കണ്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ചന്ദ്രയും അതുപോലെ രവിയും കൂടി കയറി വരുന്നത്. എന്താ നിങ്ങൾ രണ്ടുപേരും കൂടി ഓടി കളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആന്റി ഈ ഫോട്ടോ നോക്കുക എന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും വേണ്ട വർഷ എന്ന് പറഞ്ഞിട്ട് പിടിച്ചു വാങ്ങണേ, നീ ടെൻഷൻ ആവേണ്ട, വിട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് റിലാക്സ് ആക്കിക്കുന്നുണ്ട് ശ്രീകാന്ത്. അമ്പലത്തിൽ പോയതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ നല്ല അടിപൊളിയായിരുന്നു എന്നുള്ള കാര്യം സച്ചി പറയുന്നുണ്ട്. തുടർന്ന് നോർമലി പറയുന്നത് പോലെ രവി ചന്ദ്ര എനിക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് വായെന്ന് പറയണേ. അത് കേൾക്കുമ്പോൾ ചന്ദ്രമതിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവുകയാണ്. എല്ലാവരും ഇങ്ങനെ സന്തോഷത്തോടു കൂടി രവിയെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് വർഷ പറയുന്നുണ്ട്, അച്ഛമ്മേ എന്തായാലും അച്ഛമ്മയുടെ പദ്ധതി സൂപ്പറായിട്ട് വർക്ക്ഔട്ട് ആയി എന്നുള്ള കാര്യം. ചന്ദ്ര ആ ഒരു സന്തോഷത്തിന്റെ പുറത്ത് കുറച്ചു നേരം അവിടെ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇതാ ഞാൻ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് വേഗം അടുക്കളയിലേക്ക് പോവുകയാണ്. എന്തായാലും അച്ഛൻ സംസാരിച്ചു തുടങ്ങിയല്ലോ എന്നുള്ള കാര്യം പറയുമ്പോൾ ഇത്രയും നേരം ഞാൻ സംസാരിക്കാണ്ടായിരുന്നു ഇന്ന് ഇരുന്നത് എന്നുള്ള കാര്യം തിരിച്ച് രവി ചോദിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചല്ല അച്ഛാ പറഞ്ഞത്, ഇത് വേറെയാണ് അവൻ ഉദ്ദേശിച്ചത്. വന്നിട്ട് വെള്ളം കൊടുക്കുന്നുണ്ട്. അത് മേടിച്ചിട്ട് സന്തോഷത്തോടു കൂടി തന്നെ രവി കുടിക്കുകയാണ്. അതൊക്കെ കാണുന്ന സമയത്ത് വർഷ വീണ്ടും പറയുന്നത്, അച്ഛമ്മ എത്രയും വേഗം തന്നെ ഒരു റിലേഷൻഷിപ്പ് ഡോക്ടർ ആവുന്ന നല്ലത്. എനിക്കും അതുപോലെ തന്നെ ശ്രീകാന്തിന്റെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അച്ഛമ്മയെ വിളിക്കുക എന്നുള്ള കാര്യം പറയും. വർഷേ ഒരു മാസത്തേക്ക് ഒരടി മതി, ഇപ്പൊ ഒന്ന് കഴിഞ്ഞതല്ലേ ഉള്ളൂ, ദയവ് ചെയ്തിട്ട് നീ ഒന്ന് മിണ്ടാതിരിക്കുന്നൊക്കെയാണ് പറയുന്നത്. അപ്പോഴേക്കും സച്ചിയേട്ടാ ഇങ്ങോട്ട് നോക്കുക എന്ന് പറഞ്ഞ് അച്ഛന്റെ കഴുത്തിലേക്ക് നോക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അവിടെ എന്തോ ഒരു ചുവപ്പ് കളർ എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് സച്ചി അച്ഛന്റെ അരികിലേക്ക് ചെന്നിട്ട് അച്ഛനോട് കഴുത്ത് പൊക്കാൻ പറയുകയാണെ. അച്ഛ അതാ ഒരു ചുമപ്പ് കളർ കുരു എന്തോ ഉണ്ട് കഴുത്തിൽ എന്ന് പറയുമ്പോൾ എന്റെ കഴുത്തിൽ അങ്ങനെ കുരുവൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് പറയാണ്. അപ്പോഴേക്കും എല്ലാവരും നോക്കുന്നുണ്ട്. അതെന്താ ഒരു റെഡ് കളർ എന്നുള്ള കാര്യം അച്ഛമ്മയും ചോദിക്കുമ്പോഴേ രേവതി പറയുന്നുണ്ട് അത് റെഡ് കളർ പൊട്ടാണ് എന്നുള്ള കാര്യം. തുടർന്ന് വർഷ ചന്ദ്രയുടെ അടുത്ത് പറയുന്നുണ്ട്, ആന്റി
റെഡ് കുങ്കുമം മാത്രമേ ഉള്ളല്ലോ, ആന്റിയുടെ സ്റ്റിക്കർ പൊട്ട് എവിടെ പോയി എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. അപ്പോഴേക്കും രവിയാണെന്നുണ്ടെങ്കിൽ കഴുത്തിലുള്ള പൊട്ട് ഇങ്ങനെ കയ്യിലെടുക്കുന്നുണ്ട്. അതാണ് ട്രാൻസ്ഫർ ആയിട്ട് അച്ഛന്റെ കഴുത്തിൽ വന്നതെന്നുള്ള കാര്യം തോന്നുന്നു എന്ന് പറയാണ്. ഓഹോ, അപ്പോ റൊമാൻറ്റിക് ജേണി ആണല്ലേ പോയിട്ട് വന്നതെന്നുള്ള കാര്യം വർഷയും പറയുമ്പോഴേക്കും ചന്ദ്രയ്ക്ക് ആകെ എന്തോ പോലെ ആവുന്നുണ്ട്, നാണം വന്നിട്ട്. അങ്ങനെ എല്ലാവരും ചിരിക്കുന്നത് കാണുമ്പോഴേക്കും ആകെ രവി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. ഇവന് മര്യാദയ്ക്ക് കാർ ഓടിക്കാൻ അറിയില്ല, അവിടെ ഇവിടെ ഓരോ തിരുവും വളവൊക്കെ വളയ്ക്കുന്നത് കണ്ട് അവൾ എന്റെ മേലേക്ക് ചാഞ്ഞ് വീണതാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എല്ലാം ഇവൻ ഒറ്റൊരുത്തൻ കാരനാണ്, ഇവന് മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാനേ അറിയത്തില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ അച്ഛൻ ഞാൻ എന്ത് ചെയ്യാനാണ്, റോഡ് വളഞ്ഞും തിരിഞ്ഞൊക്കെയല്ലേ ഇരിക്കുന്നത്, അപ്പോ അങ്ങനെയല്ലേ പോവാൻ വേണ്ടി പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് വളഞ്ഞു തിരിഞ്ഞ് ഓടിക്കുന്ന ഒരു പാട്ടൊക്കെ പാടിയിട്ട് ആകെ മൊത്തത്തില് സീൻ ഒരു റൊമാൻറ്റിക് ആക്കി മാറ്റുന്നുണ്ട് കേട്ടോ സച്ചി. ചന്ദ്രയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് നാണമൊക്കെ വരുന്നുണ്ട്. കണ്ടില്ലേ അച്ഛമ്മേ, അച്ഛന് നാണമൊക്കെ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഒന്ന് പോടാ എന്നൊക്കെ പറയാനിട്ട് രവി. എന്തായാലും ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. ചന്ദ്രേ നീ ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. എന്നിട്ട് രവിയുടെ അടുത്ത് പറയുന്നത് നീ ആ പൊട്ട് ചന്ദ്രയുടെ നെറ്റിയിൽ തൊട്ട് കൊടുക്കുക എന്നാണ്. പക്ഷെ ചന്ദ്ര പറയുന്നുണ്ട് വേണ്ട അമ്മേ, അത് ഞാൻ തന്നെ തൊട്ടോളാം എന്ന്. നീ ഇരിക്കും ചന്ദ്രേ, അവൻ തൊട്ട് തരും എന്ന് പറയണം. അങ്ങനെ ചന്ദ്രയുടെ നെറ്റിയിൽ രവിയെ കൊണ്ട് തന്നെ പൊട്ട് തൊടിപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ അച്ഛമ്മ. എല്ലാവരും ക്ലാപ്പ് ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ. വെറുതെ പിള്ളേരുടെ മുമ്പിൽ ഓരോന്നെന്ന് പറയുമ്പോഴേക്കും നമ്മളെ കണ്ടിട്ടാണ് കേട്ടോ നമ്മുടെ മക്കളും ഓരോരോ കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ പിണക്കം വരുന്ന സമയത്ത് മിണ്ടാതിരിക്കാനൊന്നും പാടില്ല എന്ന് പറയുമ്പോൾ, അല്ലെങ്കിലും അച്ഛമ്മേ ഞാൻ ഒരിക്കലും രേവതിയുടെ അടുത്ത് മിണ്ടാതിരിക്കാറില്ല. ഇനിയിപ്പോ ഞാൻ പിണങ്ങിയാലും രേവതി ഇങ്ങോട്ട് വന്നിട്ട് വർത്തമാനം പറയും. അവള് സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം നിന്ന് സംസാരിക്കുന്നൊക്കെ പറയുമ്പോൾ, അപ്പൊ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോൾ, അതിന് രേവതി ആരാണ് ഇഷ്ടമല്ല എന്നുള്ള കാര്യം പറഞ്ഞത്, നീ എത്ര വേണമെങ്കിലും സംസാരിച്ചോന്ന് പറയണേ, ഒന്ന് പോ സച്ചേട്ടാ എന്നൊക്കെ രേവതി പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് വർഷ പറയുന്നത് അച്ഛമ്മേ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇടയിൽ പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു 10 to 15 minutes അതിനുള്ളിൽ തന്നെ ആ പ്രശ്നം സോൾവ് ആവും. ഓ അപ്പൊ നിങ്ങൾ മിണ്ടോ എന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോൾ ഞാൻ മിണ്ടില്ല, ശ്രീകാന്ത് എന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നു പറയാണ്. ആ കണ്ടീഷനൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ കല്യാണം കഴിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്തിന്റെ കയ്യിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ട് കേട്ടോ വർഷ. കേട്ടല്ലോ ചന്ദ്രേ, ഇപ്പോഴത്തെ കാലത്തെ പിള്ളേരുടെ കയ്യിൽ നിന്ന് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിക്കണം. എന്നും അവസാനം വരെ ഒരുമിച്ചുണ്ടാവുന്നത് ഭാര്യ ഭർത്താക്കന്മാർ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ വീട്ടില് ഇനി ആരും അടിയുണ്ടാക്കാൻ വേണ്ടി പാടില്ല, മനസ്സിലായോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് മനസ്സിലായി, അല്ലെങ്കിലും ഞാൻ എന്തിനാണ് രവീടിന്റെ അടുത്ത് അടിയുണ്ടാക്കാൻ വേണ്ടി പോകുന്നത്, അടിയുണ്ടാക്കരുതെന്ന് മാത്രമല്ല അതിനുള്ള അവസരം വെച്ചു കൊടുക്കരുത് എന്നുള്ള കാര്യം കൂടിയാണ് ഞാൻ പറഞ്ഞത്. ഇതിനു മുമ്പ് ചെറുപ്പത്തിൽ ഒരു തവണ ഇതുപോലെ അടിയുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാനാ വന്ന് സമാധാനിപ്പിച്ചു എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും സച്ചി പറയുന്നത് അതിനും സുധി തന്നെയായിരിക്കും കാരണം എന്നുള്ള കാര്യം പറയുമ്പോൾ കാരണമൊന്നും എനിക്ക് ഓർമ്മയില്ല. എന്തായാലും അത് കഴിഞ്ഞ് 10 മാസം കഴിഞ്ഞപ്പോഴാണ് ശ്രീകാന്ത് ജനിച്ചതെന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ചന്ദ്രമതിക്ക് ഭയങ്കര നാണാവുന്നുണ്ട്. ഓഹോ, അപ്പൊ ഞാൻ ജനിച്ചതിന് പിന്നിൽ ഇങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് ശ്രീകാന്ത്. ഓ അച്ഛമ്മേ, അങ്ങനെയാണെങ്കിൽ വീണ്ടും ഇവര് തമ്മിൽ അടിയുണ്ടാക്കിയത് സമാധാനപ്പെടുത്തിയല്ലോ. ഞാനല്ലെങ്കിലും അച്ഛനോട് എപ്പോഴും പറയാറുണ്ട് എനിക്കൊരു അനിയത്തി ഇല്ലല്ലോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. നീ ഒന്ന് പോടാ, ചുമ്മാ നേരവും കാലം നോക്കാതെ സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രയ്ക്ക് ഭയങ്കരമായിട്ട് നാണാവുന്നുണ്ട്. തുടർന്ന് രേവതി അച്ഛമ്മയ്ക്ക് അരികിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട് അച്ഛമ്മ ഇവിടെയുള്ള സമയത്ത് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരിക്കും എന്നുള്ള കാര്യം. ഞാനുള്ളപ്പോൾ മാത്രമല്ല ഞാൻ ഇല്ലാത്തപ്പോഴും എപ്പോഴും ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കണം. കേട്ടല്ലോ ചന്ദ്ര എന്നുള്ള കാര്യം പറയുമ്പോൾ ആ ശരി അമ്മയെന്ന് പറയുന്നുണ്ട്. എന്നാ ഞാൻ ഇറങ്ങട്ടെ എന്ന് അച്ഛമ്മ പറയുമ്പോഴേക്കും ഒരു ദിവസം നിന്നിട്ട് പോകാൻ വേണ്ടിയിട്ട് സച്ചിയും രേവതിയും പറയുന്നുണ്ട്. എടാ എനിക്ക് ജോലി ഉണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ അച്ഛമ്മയെ ഞാൻ തന്നെ കൊണ്ടുവിടാം, രേവതി നീ ചെന്നിട്ട് അച്ഛമ്മയുടെ ബാഗ് എടുത്തിട്ട് വാ എന്ന് പറയാണ്. അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ട് അച്ഛമ്മയെ യാത്ര അയക്കുകയാണ്. അത് കഴിഞ്ഞ് രാത്രിയാണ് കാണിക്കുന്നത്. വർഷ റൂമിൽ എന്തോ ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര നടത്തമാണ്. അപ്പോഴാണ് ശ്രീകാന്ത് ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വന്നിട്ട് വർഷയെ പുറകുന്ന് ഇങ്ങനെ പിടിക്കുന്നുണ്ട്. വർഷയാണെങ്കിൽ തട്ടി മാറ്റിയിട്ട് വയറിനിട്ടൊരു ഒറ്റ കുത്തുകുത്താണ്. അപ്പോഴേക്കും ശ്രീകാന്ത് ബെഡ് പോയി വീഴുന്നുണ്ട്. വയറിന് നല്ല വേദനിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറയുമ്പോൾ നിന്റെ അടുത്ത് ആരാ വന്നിട്ട് എന്നെ പിടിക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുകയാണേ. ഞാൻ നിന്റെ ഭർത്താവാണെന്നുള്ള കാര്യം പറയാണ് നമ്മുടെ ശ്രീകാന്ത്. ആരാണെങ്കിലും കുഴപ്പമില്ല, നീ കുറച്ചു നാളത്തേക്ക് എന്റെ പരിസരത്ത് പോലും കണ്ടുപോകരുത് നിന്നെ എന്നുള്ള കാര്യം പറയാണ്. നീ എന്തൊക്കെയാ വർഷയെ പറയുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിനക്ക് വയറിന് കുത്ത് കിട്ടിയപ്പോ ഇത്രയും വേദനിച്ചില്ലേ, അപ്പൊ ഒരു പുതിയ ജീവൻ വരുന്ന സമയത്ത് എന്തോരം വേദന അനുഭവിക്കണം എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി എന്ന് പറയണേ. അങ്ങനെ വർഷയുടെ പതിവില്ലാത്ത സംസാരമൊക്കെ കേൾക്കുമ്പോഴേക്കും ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് നിന്റെ തലയ്ക്ക് എന്തെങ്കിലും അടിപെട്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. ഇന്ന് നിന്റെ അച്ഛമ്മ നീ ജനിക്കുമ്പോഴുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ ഒരു പെണ്ണ് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന സമയത്ത് എന്തോരം പെയിനിലൂടെ കടന്നു പോകുന്നുള്ള കാര്യം നിനക്കറിയും. ഞാനും കേട്ടിട്ടുണ്ട്, സിനിമയിലൊക്കെ സാധാരണയായിട്ട് കാണുന്നതല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആ വേദന എത്രത്തോളം എന്നുള്ള കാര്യം നിനക്ക് അനുഭവിക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എടി മെന്റലെ ഞാനൊരു ആണാണെന്നുള്ള കാര്യം പറയാണ്. ആണുങ്ങൾക്ക് എങ്ങനെ പ്രസവിക്കാൻ വേണ്ടി പറ്റുക എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആ അഹങ്കാരമാണ് നിങ്ങൾക്ക് ആണുങ്ങൾക്കുള്ളത്. ആ ഒരു ധൈര്യത്തിന്റെ പുറത്താണ് നിങ്ങൾ ആണുങ്ങൾ ഒരുപാട് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നത്. എന്തായാലും ഞാനൊരു തീരുമാനത്തിലേക്ക് വന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ
എന്ത് തീരുമാനമാണെന്നുള്ള കാര്യം ശ്രീകാന്ത് വർഷയുടെ അടുത്ത് ചോദിക്കുകയാണ്. ഞാൻ എന്തായാലും കുഞ്ഞിനെ പ്രസവിക്കാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ അതിനെക്കുറിച്ച് നീ പറഞ്ഞല്ലോ ഒരു 2 years വേണ്ട എന്നുള്ള കാര്യം. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, ഞാൻ കുഞ്ഞിനെ പ്രസവിക്കാനേ പോകുന്നില്ല എന്നാണ്. എനിക്ക് അങ്ങനെ പെയിൻ ഒന്നും സഹിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് വർഷ പറയുമ്പോൾ ഇതൊക്കെ നോർമൽ ഫിയർ ആണ്. ആ സമയത്ത് നിനക്ക് അങ്ങനത്തെ ഫീലിംഗ്സ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ നീ 10 പ്രസവിച്ച വർത്താനമല്ലേ പറയുന്നത്, ഒന്ന് പോടാ എന്ന് പറഞ്ഞിട്ട് തട്ടി മാറ്റാറുണ്ട് ശ്രീകാന്തിനെ. കുഞ്ഞുങ്ങൾ വേണ്ട എന്നാണോ നീ പറഞ്ഞു വരുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, എനിക്കെന്തായാലും പ്രസവിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നെ ഞാൻ എന്താ വേറെ ആളെ കല്യാണം കഴിക്കാൻ വേണ്ടി പോണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഓ നീ അപ്പോ ആ ഐഡിയയിലൊക്കെയാണോ ഉള്ളത്? അങ്ങനത്തെ വല്ല ഐഡിയ നിനക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നിനക്ക് ഒരിക്കലും കുഞ്ഞുണ്ടാവാതിരിക്കാനുള്ള വഴി ഞാൻ ചെയ്തു വെക്കുന്നു പറയണേ. പിന്നെ നീ എന്ത് ഐഡിയയിലാണ് ഉള്ളത് എന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുമ്പോൾ നമുക്കെന്താ കുഞ്ഞുങ്ങൾ വേണ്ട എന്നാണോ നീ പറഞ്ഞു വരുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അതൊക്കെ നമുക്ക് റെഡിയാക്കാം എന്നുള്ള കാര്യമാണ് വർഷ പറയുന്നത്. നീ എന്താ വല്ല പാവബജിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ റെഡിയാക്കാം എന്നുള്ള കാര്യം പറയുന്നത്. കുഞ്ഞിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞതെന്നുള്ള കാര്യം പറയുമ്പോൾ എനിക്ക് മനസ്സിലായി ഇപ്പോ അതിനു വേണ്ടിയിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസോ എന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുമ്പോൾ അതെ, ഇപ്പോഴത്തെ കാലത്ത് വാടക ഗർഭം കിട്ടുമല്ലോ, അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയെ വെച്ചിട്ട് നമുക്ക് പ്രസവിപ്പിക്കാം, അത് കഴിഞ്ഞിട്ട് അതിനുവേണ്ട കാശും അവർക്ക് കൊടുക്കാം എന്ന് പറയുമ്പോഴേക്കും നീ എന്ത് ഈസി ആയിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വർഷ പറയുന്നത്. ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് സെലിബ്രിറ്റീസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം വർഷ പറയുമ്പോൾ അവരൊക്കെ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടോ? എനിക്കെന്തോ ഇതാണ് ശരിയായിട്ട് തോന്നുന്നത് എന്നുള്ള കാര്യം വർഷ പറയുമ്പോൾ നീ എന്തൊക്കെയാ ഈ വർഷ പറയുന്നത്? മദർ എന്ന് പറയുന്ന ഒരു ഫീലിങ്സ് ഫീൽ ചെയ്യണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ? ഇപ്പൊ വാടക ഗർഭത്തില് കുഞ്ഞുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാലും ആ കുഞ്ഞിന്റെ അമ്മ ഞാൻ തന്നെയാണല്ലോ. അപ്പോ മദർഹുഡ് എന്നുള്ള ഫീലിങ്സ് എനിക്കുണ്ടാകും. ഞാൻ പ്രസവിച്ചാൽ മാത്രമേ ആ ഒരു ഇത് ഉണ്ടാവൂ എന്നൊന്നുമില്ല. എനിക്കെന്താ വർഷേ ഇതൊന്നും അത്ര ശരിയായിട്ട് തോന്നുന്നില്ല, അമ്മ ഇതിനൊന്നും അനുവദിക്കുന്നുള്ള കാര്യം തോന്നുന്നില്ല എന്ന് ശ്രീകാന്ത് പറയുമ്പോൾ നിന്റെ അമ്മയുടെ അനുവാദം എനിക്കെന്തിനാണ്? ഇത് എന്റെ ബോഡിയാണ്, എന്റെ ചോയ്സ് ആണ്, എന്റെ ലൈഫാണ്. കുഞ്ഞിനെ പ്രസവിക്കണോ വേണ്ടോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് ഞാനാണ്. അപ്പോ പറയാനുള്ള ഇത് എനിക്കില്ല എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ നിനക്ക് ഒപ്പീനിയൻ എടുക്കാം, പക്ഷേ ഡിസിഷൻ എടുക്കാൻ വേണ്ടി പോകുന്നത് ഞാനാണ്. ഒരു വുമൺ അല്ലേ കുഞ്ഞിനെ പ്രസവിക്കേണ്ടത്, അത് റിയാലിറ്റി അല്ലേ എന്നുള്ള കാര്യം ചോദിക്കും. അപ്പൊ പെണ്ണെന്ന് പറയുന്നത് കുഞ്ഞിനെ പ്രസവിക്കുന്ന ഒരു മെഷീനാണ്, അതിന് മാത്രമാണോ നിങ്ങൾക്ക് പെണ്ണുങ്ങളെ വേണ്ടെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ എപ്പോഴാ വർഷ അങ്ങനെ പറഞ്ഞത്? ഇത് നോക്ക് വർഷേ, മനുഷ്യന്റെ കാര്യം വിട്ടേക്ക്, മൃഗങ്ങളുടെ കാര്യത്തിലും പെണ്ണുങ്ങൾ തന്നെയല്ലേ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത്. ആ സമയത്ത് ഞങ്ങള് കുഞ്ഞുങ്ങളെ പ്രസവിക്കില്ല, നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ വാടകയ്ക്ക് ഗർഭപാത്രം നോക്കിക്കോ എന്നൊക്കെ പറയുന്നുണ്ടോ അവര്? ഇത് കേട്ട വർഷ പറയുന്നത് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്നുള്ള കാര്യം ആനിമൽസിനെ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവര് ഇങ്ങനെ ഒരു ഡെസിഷൻ എടുക്കും. എനിക്കിതൊന്നും വർഷ അത്ര ശരിയായിട്ട് തോന്നുന്നില്ല. എന്തായാലും എന്റെ അച്ഛനും അമ്മയൊന്നും ഇതിന് അനുവദിക്കില്ല. എന്തിന് നിന്റെ അച്ഛനും അമ്മയും സമ്മതിക്കില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ അവരുടെ സമ്മതമൊക്കെ നമുക്ക് എന്തിനാണ്? കുഞ്ഞുങ്ങൾ വേണോ വേണ്ടയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഡിസിഷൻ എടുക്കാനുള്ള തീരുമാനം നമ്മുടേത് മാത്രമാണ്. കുറച്ചും കൂടി വ്യക്തമാക്കിയിട്ട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാത്രമാണ്. എന്തായാലും നമ്മളിപ്പോ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് മുമ്പ് 2 പേരുണ്ടല്ലോ, അവരുടെ കാര്യം ആദ്യം ആയിക്കോട്ടെ എന്നുള്ള കാര്യം പറയുമ്പോൾ നീ എപ്പം ചോദിച്ചു കഴിഞ്ഞാലും എന്റെ ഡിസിഷൻ ഇത് തന്നെയായിരിക്കും, അതിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. നീ സ്വന്തമായിട്ട് റെസ്റ്റോറന്റ് ഓപ്പൺ ആക്കണം എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞില്ലേ, ആദ്യം അതിനുള്ള വഴി നോക്ക്, അത് കഴിഞ്ഞിട്ട് മതി കുട്ടികളൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് വർഷ അവിടുന്ന് എഴുന്നേറ്റ് പോവുകയാണ്. നമ്മുടെ ശ്രുതിയാണ് കേട്ടോ കാണിക്കുന്നത്. ശ്രുതിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടന്നിട്ടൊന്നും ഉറക്കം വരുന്നില്ല. ശ്രുതി നല്ല ഉറക്കമാണ്. ഷോറൂമിൽ കൊണ്ട് കൊടുത്ത ആ ലെറ്റർ ഉണ്ടല്ലോ, ആ ലെറ്റർ എടുത്തിട്ട് വീണ്ടും ശ്രുതി ഒന്ന് വായിച്ചു നോക്കുന്നു. നിങ്ങളെ ചുറ്റിരിക്കുന്ന ആൾക്കാർ കാരണം നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകാൻ വേണ്ടി പോകുന്നു എന്നാണ്. അപ്പോഴേക്കും ശ്രുതി എങ്ങനെ നോക്കുന്നുണ്ട്, ഇനി ഇവള് കാരണമായിരിക്കുമോ എന്ന് ചിന്തിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ആയിരിക്കില്ല. അങ്ങനെ ഉറക്കം വരാത്തത് കൊണ്ട് തന്നെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് ഹാളിൽ ഇങ്ങനെ ഇരിക്കുവാണ്. ഹാളിൽ ഇരുന്നു കൊണ്ട് അമ്മയെ ഫോണിൽ വിളിക്കുന്നുണ്ട്. ഫോണ് ബെല്ലടിക്കുന്നത് കണ്ടിട്ട് ചന്ദ്രമതി ഫോൺ എടുക്കുന്ന നോക്കുന്ന സമയത്ത് ശ്രുതിയാണല്ലോ. അടുത്ത റൂമിൽ ഇരുന്നിട്ട് ഇവനൊന്നും വേറെ പണിയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുവാണ്. അമ്മ എന്ത് ചെയ്യാന്നുള്ള കാര്യം ചോദിക്കും. ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സാധനങ്ങൾ അരിഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ബിരിയാണിയോ ഈ സമയത്തോ എന്നുള്ള കാര്യം ഇത് ചോദിക്കുമ്പോ അറിയാലോടാ മണ്ട, ഞാൻ ഉറങ്ങുവാണടാ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും അമ്മേ എനിക്ക് ഉറക്കം വരുന്നില്ല. അമ്മ പുറത്തോട്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും നിനക്ക് ഉറക്കം വരുന്നില്ലെങ്കിൽ നീ എന്തിനാടാ എന്റെ ഉറക്കം കളയുന്നത്? വെക്ക് എന്തായാലും ഫോൺ, ഞാൻ വരാ എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട്. എന്താണ് നീ നടുരാത്രിയിൽ ഇവിടെ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ടാണ് ചന്ദ്ര അരികിലേക്ക് ചെല്ലുന്നത്. ഒരു പ്രശ്നമുണ്ട് അമ്മ എന്നുള്ള കാര്യം പറയുമ്പോൾ നിനക്ക് എന്നാണ് പ്രശ്നമില്ലാത്തത്? നീ എന്താ ശ്രുതിയുമായിട്ട് അടിയുണ്ടാക്കിയോ എന്ന് ചോദിക്കണേ ചന്ദ്ര. അതൊന്നും അല്ല അമ്മേ, ഈ ലെറ്റർ ആണ്, വായിച്ചു നോക്കി എന്ന് പറഞ്ഞിട്ട് ആ ലെറ്റർ എടുത്ത് കൊടുക്കുന്നുണ്ട്. കടയിലേക്ക് വന്ന് ഒരുത്തൻ തന്നിട്ട് പോയതാണ്. എന്നെ ചുറ്റിരിക്കുന്ന ആൾക്കാർ കാരണം എനിക്ക് പ്രശ്നമാണെന്ന് അമ്മ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. എനിക്കെന്തോ പേടിയുണ്ട് അമ്മ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ചന്ദ്ര തിരിച്ച് സുധീയുടെ അടുത്ത് ചോദിക്കുന്നത് നീ എന്താടാ പുതിയ നമ്പർ ഇറക്കുകയാണോ? അമ്മ എന്താ പറയുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ മാസം 50,000 രൂപ കൊടുക്കണം എന്നുള്ള കാര്യം പറഞ്ഞല്ലോ, അത് കൊടുക്കാതിരിക്കാനുള്ള നിന്റെ പുതിയ നമ്പർ ആയിരിക്കുമല്ലോ ഇത്. അമ്മ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നുള്ള കാര്യം സുധി ചോദിക്കുമ്പോൾ നീ ഉറപ്പായിട്ടും ചെയ്യൂടാ. നീ എന്തെല്ലാം കേടിപ്പണി ഒപ്പിച്ചിട്ടുണ്ട്, പിന്നെ ഇതാണോ നീ ചെയ്യാത്തത്? മര്യാദയ്ക്ക് ഇങ്ങനെ കഥ ഉണ്ടാക്കാൻ വേണ്ടി നോക്കാതെ
പണം കൊടുക്കാനുള്ള ഏർപ്പാട് നോക്ക്. അമ്മ പറഞ്ഞത് കറക്റ്റ് ആണ്. ഇപ്പൊ എനിക്ക് മനസ്സിലായി ആര് കാരണമാണ് എനിക്ക് പ്രശ്നം വരാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യം. അമ്മ കാരണമാണ് എനിക്ക് പ്രശ്നം വരാൻ വേണ്ടി പോകുന്നത്. അത് കേട്ട ഉടനെ തന്നെ ചന്ദ്രയാണെങ്കിൽ സുതിക്കിട്ടിട്ട് കണക്കിന് പൊട്ടിക്കുന്നുണ്ട്. എന്താണ് നീ പറഞ്ഞത്? നീ ഒറ്റൊരുത്തൻ കാരണമാണ് എനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്. എന്നിട്ട് നീ എന്നെ നോക്കിയിട്ട് നിനക്ക് പ്രശ്നം വരുന്നല്ലേ? അല്ലെങ്കിൽ നീ തന്നെ ഇങ്ങനെ പറയണം, ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം നിന്നെ രക്ഷിക്കാൻ വേണ്ടി പോയിട്ട് ഞാനാണ് ഈ വീട്ടിൽ അപമാനപ്പെട്ട് നിൽക്കുന്നത്. ഇത്രയും കാലം നീ വലിയ ആളായിട്ട് വരും എന്നുള്ള കാര്യം വിചാരിച്ചിട്ട് നിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്തില്ല. ആ എന്നോട് നേർക്ക് തന്നെ നീ തിരിയണോടാ. ഞാൻ എന്തായാലും അമ്മേ ഇനി ആരെയും വിശ്വസിക്കില്ല. എല്ലാവരും കൂടി ചേർന്നിട്ട് എന്നെ കുഴി ചാടിക്കാൻ വേണ്ടി നോക്കാന്ന് പറയുമ്പോ പിന്നെ നീ വലിയ ലോറിയല്ലേ കുഴിയിലേക്ക് കൊണ്ട് നിന്നെ ചാടിക്കാൻ വേണ്ടി. ഇത്രയൊക്കെ ചെയ്ത നീ തന്നെ പറയണോടാ, ഞാൻ കാരണമാണ് നിനക്ക് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യം. പിന്നെ അല്ലാതെ അമ്മ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് പറയുന്ന സമയത്ത് അമ്മ എന്നെ സമാധാനിപ്പിക്കുന്ന ഞാൻ വിചാരിച്ചത്. പക്ഷെ അമ്മ എന്നോട് എന്താ ചെയ്തത്? ഒരു പക്ഷെ അമ്മയെ ഞാൻ ഈ സ്വർണത്തിന്റെ കാര്യത്തിൽ പെടുത്തിയത് കൊണ്ട് അമ്മ എന്നെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണോ എന്നുള്ള കാര്യം വീണ്ടും ചോദിക്കാൻ കേട്ടോ പൊട്ടനെ പോലെ. അമ്മ ബാമേന്റെ കൂട്ടുപിടിച്ചിട്ടായിരിക്കുമല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്നാൽ ഇത് കേട്ട ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ എടാ പാപി നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്കിപ്പോ ആരെ വിശ്വസിക്കേണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. ആ ലെറ്ററും ചന്ദ്രയുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് സുധി റൂമിലേക്ക് കയറി പോവാണ്. നീ ഒന്ന് പോയി തൊലയടാ എന്ന് പറഞ്ഞിട്ട് പ്രാഗി കൊണ്ടാണ് സുധിയെ നമ്മൾ ചന്ദ്രമതി അവിടെ നിന്ന് പറഞ്ഞു വിടുന്നത്. സുധി പോയി കഴിഞ്ഞിട്ട് ദൈവമേ എന്തിനാ ഇങ്ങനത്തെ ഒരുതനെ എനിക്ക് തന്നത്? ഇവൻ കുറച്ച് അറിവുള്ളവനാന്നുള്ള കാര്യം ഞാൻ വിചാരിച്ചു. പക്ഷെ ഇത്രയും വലിയൊരു പൊട്ടനാണല്ലോ ഇവൻ. അവനെ കുറച്ചെങ്കിലും അനുഭവത്തിന്റെ അറിവ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കൈകൂപ്പി പ്രാർത്ഥിക്കാനോട്ടോ ചന്ദ്ര. രാവിലെയാണ് കേട്ടോ കാണിക്കുന്നത്. സച്ചിയുടെ ഫ്രണ്ട് കാർത്തിക്കാണ് നമ്മുടെ സച്ചിയുടെ പുതിയ കാറ് ഓടിക്കാൻ വേണ്ടി പോകുന്നത്. അവൻ രാവിലെ തന്നെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അവനെ കണ്ട ഉടനെ തന്നെ രവി ചോദിക്കുന്നുണ്ട് സച്ചിയുടെ ഫ്രണ്ട് അല്ലേ എന്നുള്ള കാര്യം. അതേ അച്ഛ എന്ന് പറഞ്ഞിട്ടാണ് ഉള്ളിലേക്ക് കയറി വരുന്നത്. അപ്പോഴേക്കും സച്ചിയെ വിളിക്കുന്നുണ്ട്. അങ്ങനെ സച്ചി വരുമ്പോൾ തന്നെ അച്ഛൻ്റെ അടുത്ത് പറയുന്നത് അച്ഛൻ നമ്മുടെ പുതിയ കാറ് ഇവനാണ് ഓടിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യമാണ്. എന്തായാലും നല്ല കാര്യം എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും പിന്നെ വലിയ ഷോപ്പിംഗ് മാളല്ലേ വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര പിറുപിറുക്കുന്നത് കാണുമ്പോൾ രവി പറയുന്നത് നല്ലൊരു കാര്യം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വെടക്ക് പറയരുത് എന്നുള്ള കാര്യം. അവരെന്താന്ന് വെച്ചാൽ പറഞ്ഞോട്ടെ, അമ്മ നല്ലത് പറയുന്ന സമയത്ത് സൂക്ഷിച്ചാൽ മതി, മോശം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല എന്നുള്ള കാര്യമാണ് സച്ചി പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്ത് എഴുന്നേക്കാൻ വേണ്ടി പറയാണ്. എന്നിട്ട് അച്ഛന്റെ കൈ കൊണ്ട് തന്നെ അവന് ചാവി കൊടുക്കാനും കൂടി സച്ചി ആവശ്യപ്പെടുകയാണ്. അത് പ്രകാരം തന്നെ നമ്മുടെ രവിയാണെന്നുണ്ടെങ്കിൽ സച്ചിയുടെ കയ്യിൽ നിന്ന് ചാവി മേടിച്ചിട്ട് അവന്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ജോലി ചെയ്തിട്ട് നന്നായിട്ട് മുന്നേറി വരാൻ വേണ്ടിയിട്ട് പറയുന്നൊക്കെ ഉണ്ട്. ചാവി കൊടുക്കുന്ന സമയത്ത് ഈ രംഗം കണ്ടിട്ടാണ് ശ്രുതിയും അതുപോലെ ശ്രുതിയും കൂടി പുറത്തേക്ക് വരുന്നത്. അച്ഛന്റെ ആശീർവാദം ഉണ്ടായാൽ മതി, വളർച്ച താനേ വരുന്നുള്ള കാര്യം സച്ചി പറയാണ്. കേട്ടല്ലോ, അച്ഛന്റെ കയ്യിൽ നിന്നാണ് നീ ചാവി മേടിച്ചിരിക്കുന്നത്, ഉടനെ തന്നെ നീ നന്നായിട്ട് സമ്പാദിച്ച് സ്വന്തമായിട്ട് ഒരു കാറ് വാങ്ങണം എന്നൊക്കെ അവന്റെ അടുത്ത് പറയാണ്. തുടർന്ന് രേവതി പറയുന്നുണ്ട് നിങ്ങളുടെ ഫ്രണ്ടാണ് സച്ചേട്ടൻ, പക്ഷെ ജോലിയുടെ കാര്യം വരുന്ന സമയത്ത് ബാക്കി എല്ലാ കാര്യത്തിലും നേർമയോടെ ആയിരിക്കണം എന്നുള്ള കാര്യം പറയുമ്പോൾ രേവതി കറക്റ്റ് ആയിട്ടാ പറഞ്ഞത്. ഫ്രണ്ടൊക്കെ വേറെ കാര്യമാണ്, ജോലിയുടെ കാര്യം വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും സത്യസന്ധമായിട്ടിരിക്കണം. കാറ് ചാവി മേടിച്ചതിന് ശേഷം സച്ചിയുടെ ഫ്രണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. സച്ചിയെ ഓർക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട്. ഇപ്പോ 2 കാറിന്റെ മുതലാളിയായിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇങ്ങനെ ഓരോരോ കാറുകൾ മേടിച്ച് 100-200 കാറുകളുടെ എന്നിട്ട് ഞങ്ങളെ പോലത്തെ ഒരുപാട് ആൾക്കാർക്ക് സഹായമായിട്ട് മാറണം എന്ന് പറയാണ്. അങ്ങനെ വലിയ ബിസിനസ്മാൻ ആയിട്ട് വരണം എന്നൊക്കെ നമ്മുടെ സച്ചിയെ കുറിച്ചൊരു ഫ്രണ്ട് പറയുന്നല്ലോ. അത് കേട്ടിട്ട് ശ്രുതി പറയുന്നത് കേട്ടില്ലേ, ഇവൻ വലിയ ബിസിനസ്മാൻ പോലും എന്റെ കടയിൽ വന്നിട്ട് ആൾക്കാർ സാധനങ്ങൾ പറ്റിച്ചോണ്ട് പോയില്ലേ, അതുപോലെ ഇവന്റെ ഈ കാറും ഇവൻ പറ്റിച്ചോണ്ട് പോകും, അതാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്, നോക്കിക്കോ എന്നുള്ള കാര്യം പറയുമ്പോ ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട് മിണ്ടാതിരിക്കെ, കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനും വേറെന്തെങ്കിലുമൊക്കെ പറയൂ എന്നുള്ള കാര്യം. നീ എന്നെയാണോ അവിടെ ബിസിനസ്കാരൻ എന്നൊക്കെ പറയണേ, ചുമ്മാ ഒന്ന് പോടാ എന്നൊക്കെ പറഞ്ഞ് സച്ചി ഒഴിഞ്ഞ് മാറുമ്പോഴേക്കും ശ്രുതി അപ്പോഴേക്കും അതിൽ കയറി പിടിക്കുന്നുണ്ട്. അല്ലെങ്കിലും ഇവനൊക്കെ ബിസിനസ്മാനോ, അതിനുള്ള കഴിവൊന്നും ഇവനില്ല എന്ന് പറയുമ്പോൾ അതിന് എന്ത് കഴിവാണ് വേണ്ടത്? അധ്വാനിക്കാനുള്ള മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും എന്തോ ആകാൻ വേണ്ടി പറ്റും. എന്താ നിങ്ങളുടെ ഏട്ടന് മാത്രമേ ബിസിനസ്മാൻ എന്നുള്ള പട്ടം പറ്റുള്ളൂ എന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോഴേക്കും രേവതി നീ എന്തിനാ ഇപ്പൊ ദേഷ്യപ്പെടുന്നത് എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഭർത്താവ് എന്ത് വർത്താനാ പറഞ്ഞത്? അവൻ പറഞ്ഞതിൽ അല്ലെങ്കിലും എന്ത് തെറ്റാണുള്ളത്? എനിക്ക് തോന്നുന്നത് സച്ചി ഇതൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇവനെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടാവുക. ശ്രുതി വലിയ ബിസിനസ്മാൻ ആയല്ലോ, അത് കണ്ടിട്ട് ഇവന് അസൂയാണെന്നൊക്കെയാണ് ചന്ദ്ര പറയുന്നത്. ഇത് കേട്ടിട്ട് സച്ചി ടോപ്പ് ചിരിയാണ്. അല്ലെങ്കിലും ഇവനെ കണ്ടിട്ട് എങ്ങനെയാണ് അസൂയപ്പെടാതിരിക്കുക? 4 ലക്ഷം രൂപ ഇവന്റെ കയ്യിൽ നിന്ന് തന്നെ തട്ടിയെടുത്തോണ്ട് പോയില്ലേ? അങ്ങനെയുള്ള ഇവനെ കണ്ടിട്ട് എങ്ങനെ അസൂയപ്പെടാതിരിക്കുക? അത് എന്റെ കെട്ട നേരാണെന്നുള്ള കാര്യം ശ്രുതി പറയുന്ന സമയം കെട്ട നേരമല്ലടാ, കെട്ട ബുദ്ധിയാണ്. പറയുന്നവർ എന്ത് വേണമെങ്കിലും പറയട്ടെ സച്ചേട്ടാ. കാർത്തിക് പറഞ്ഞതുപോലെ തന്നെ സച്ചേട്ടൻ ഒരു ദിവസം 200 കാറ് മേടിച്ച് വലിയ ബിസിനസ് മാൻ ആയിട്ട് വരും എന്നുള്ള കാര്യം പറഞ്ഞ് രേവതി അങ്ങ് പോകുമ്പോഴേക്കും പിന്നെ ബൊമ്മക്കാരായിരിക്കും എന്ന് പറയാനുണ്ട് ചന്ദ്ര. അത് മേടിക്കുമ്പോ കാണാൻ വേണ്ടി പറ്റും. ഒരു ദിവസം സച്ചേട്ടൻ എന്നൊക്കെ പറഞ്ഞങ്ങ് തുടങ്ങുമ്പോഴേക്കും രേവതി അങ്ങ് പിടിച്ചു മാറ്റാനുണ്ട് സച്ചി. പിടിച്ചു മാറ്റിയ രേവതി ആണെങ്കിൽ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താണ് എന്നുള്ള കാര്യം. നീയൊന്നും മിണ്ടാതിരിക്കോ, ഓൾറെഡി 2 ശബ്ദമുണ്ട്, നീ ഇനി വെറുതെ ശബ്ദമൊന്നും വെക്കില്ലേ, ആദ്യം അത് തീരട്ടെ, അത് കഴിഞ്ഞിട്ട് ബാക്കി നോക്കാം എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ശ്രുതി ചിരിക്കുവാണ്. അത് കഴിഞ്ഞ് രവി ചന്ദ്രയോട് പറയുന്നുണ്ട് എത്ര മക്കളുള്ള അച്ഛനും അമ്മമാരാണെന്നുണ്ടെങ്കിലും എല്ലാ മക്കളെയും ഒരുപോലെ കാണുകയ്യ, എല്ലാ മക്കളും മുന്നേറി വരണം എന്നാണ് ആഗ്രഹിക്കുക. എന്നാൽ നീ ഇവനെ തല കയറ്റി വെച്ചിട്ട് എന്തിനാണ് ഇവനെ ചവിട്ടി താഴ്ത്താൻ വേണ്ടി നോക്കുന്നത്? എല്ലാവരും ഒരുപോലെ കാണണമെന്ന് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ചന്ദ്രനോട് എഴുന്നേറ്റ് പോവാണ്. ശ്രുതി അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നുണ്ട്. തുടർന്ന് കാർത്തികിന്റെ അടുത്ത് പറയുന്നത് നീ പോയിട്ട് താഴെ കാറുണ്ട് ചാവി എടുത്ത് പോയിക്കോ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്.